ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ആസാദ ഹോട്ടലാണ്. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ ഉള്ളത്. നോക്കിയാണ് ആസാദ് ഹോട്ടലിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ്. അവരുടെ മെനു കാർഡൊക്കെ കിട്ടി. റേറ്റൊക്കെ അല്പം കൂടുതലായി തോന്നാം, പക്ഷേ ഇതിനേക്കാളും കൂടുതലുള്ള ഹോട്ടലും ഉണ്ടാവാം. എന്നാലും നമുക്ക് വേണം, നമ്മൾ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ. നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് ഇനി നമ്മുടെ ലക്ഷ്യം കലാഭവനിലോട്ടാണ്, സിനിമ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കലാഭവൻ തിയേറ്ററിലൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ കലാഭവനിനകത്ത് നമ്മൾ കലാഭവൻ തിയേറ്ററിനകത്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കുട്ടി പോസ്റ്റായിട്ട് കേട്ടാ. കാരണം ഇനി 2:30ക്കാണ് സിനിമ. അങ്ങനെ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മളിവിടെ കട്ട പോസ്റ്റിലാണ്. കലാഭവൻ തിയേറ്ററിനുള്ളിലാണ് കേട്ടോ. കലാഭവൻ്റെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു. താഴെയാണെന്ന് തോന്നുന്നു തിയേറ്റർ. ഇത് മോൾ ഭാഗമാണ് നമ്മളിരിക്കുന്നത്. ഇതുണ്ടോ സ്റ്റെപ്പ് താഴോട്ട് റൗണ്ട് ഷേപ്പിൽ പോയി പോകണം. നമുക്ക് കാണാം. നമ്മുടെ തിയേറ്ററിനകത്ത് കയറി സീറ്റൊക്കെ സെറ്റാക്കി ഇരിക്കുവാണ്. പോപ്കോണൊക്കെ മേടിച്ച് അപ്പോഴേ ഞങ്ങൾ തിന്നാനൊക്കെ തുടങ്ങി. നമുക്കധികം സംസാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല തണുപ്പൊക്കെ ഉള്ള നല്ലൊരു തിയേറ്ററാണ്. നല്ല ബിഗ് സ്ക്രീനാണ്. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോയെങ്കിൽ ഇത്രയും വലിയ സ്ക്രീനിൽ ഞാൻ കണ്ടെന്ന് ആദ്യമാണെന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെ ഞങ്ങൾ ലോക സിനിമയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മൾ ഓട്ടോയിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. സിനിമ തിയേറ്ററിൽ നിന്നിറങ്ങി സാജിത അവിടെ നിന്ന് ഓട്ടോയിൽ വരും. അങ്ങനെ ഞങ്ങൾ വിയന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിക്കും. ദിവസം തിരുവനന്തപുരത്ത് സ്റ്റേ. അധികം ഒന്നും പുറത്ത് പോയി കറങ്ങിയില്ലെങ്കിലേ നമ്മളിവിടെ നിന്ന് ഇനി നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഓട്ടോയിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. മോൻ അവിടെ വരും ലക്ഷ്യന്ന്. അപ്പോൾ അവനെയും വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴത്തേക്ക് മോനും എത്തി. ഞങ്ങൾ ട്രെയിനിൽ കയറി വന്ന് ഇനി വീട്ടിലത്തെ വിശേഷം, നാട്ടിലത്തെ വിശേഷമായി വരാം.